ഹലോ മോളെ, ഇത് ഞാനാ, ലീലാമ്മ. അമ്മേ, അമ്മ ഇപ്പൊ എവിടെയാ? ആരോടും പറയാതെ എങ്ങോട്ടാ പോയതമ്മേ? ഞങ്ങൾ എവിടെയൊക്കെ തിരക്കിന്നറിയോ? മോളെ, ഞാനായിട്ട് എങ്ങോട്ടും പോയതല്ല. എന്നെ ബലമായിട്ട് ഇവരിങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതാ. ഇവരെന്ന് വെച്ചാൽ ആര്? കവിതയും സോളമനും. ഞാനിപ്പം ഇവരുടെ കസ്റ്റഡിയിലാ ഉള്ളത്. മോളെ, ഇവരെന്നെ എന്തെങ്കിലും ചെയ്യും. ചിലപ്പോ ഇവരെന്നെ കൊന്നുകളഞ്ഞെന്നും വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ആ കുറ്റമൊക്കെ നിന്റെ തലയിലായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നീ എന്തെങ്കിലും ചെയ്യണം മോളെ. അമ്മേ, അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളത്? ആ സ്ഥലം എനിക്കൊന്ന് പറഞ്ഞു തരൂ. അതെനിക്കറിയില്ല മോളെ. ശോ, അമ്മ എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞു തന്നാലും മതി. അടയാളം പറയാനിപ്പോ ഈ വീടിന്റെ പരിസരത്ത് എവിടെയോ ഒരു പള്ളിയുണ്ട്. ഇടയ്ക്ക് മണിയൊച്ച കേൾക്കാം. പള്ളിയോ? അല്ല, അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടോന്ന് നോക്കൂ. അതിപ്പോ ഉണ്ട് മോളെ, ഒരടയാളം കൂടിയുണ്ട്. എന്താ എന്താ അതിപ്പോ മോളെ. ഹലോ 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 അമ്മേ, ഹലോ ഹലോ. അതെ, എന്തെങ്കിലും ഒരു നാറ്റം വരുന്നുണ്ടോ? കൊച്ചപ്പ ഇട്ടു, അതിന്റെ നാറ്റോ? അയ്യേ. എന്തയ്യേ? വേഗം കൊച്ചിനെ കൊണ്ട് കഴിയേ. ആര്? ഞാനോ? പിന്നെ ആര്? ഞാനോ? ദേ വേഗം ചെല്ല്, അല്ലെ കൊച്ചിന് വല്ല അസുഖവും വരും. എടുക്കതിനെ, എടുക്കടാ. അയ്യോ, എനിക്ക് ഛർദിക്കാൻ വരുന്നു. അതെ, നിങ്ങൾക്ക് ഇതൊക്കെ നല്ല പരിചയമല്ലേ? ഇതിനെ ഒന്ന് കൊണ്ടുപോയി കഴുകിയിട്ട് വന്നൂടെ? അതോ ലോകക്കാരൻ തന്നെ ഇതങ്ങ് ചെയ്തേച്ചാ മതി. പോ, കൊണ്ടുപോടാ. അതെ, ഇത്തിരി വെള്ളമെങ്കിലും എടുത്താ തന്നെത്താനങ്ങ് എടുത്തേച്ചാ മതി. ഇവിടെ പോകാന് നാറ്റം. എന്തൊരു നാറ്റോ. ഇനി ഒരാഴ്ചത്തേക്ക് നീ അപ്പിയിട്ട് പോടുക കേട്ടാ. അയ്യേ, വീണ്ടും അപ്പിയിട്ട്. നീ എന്താടാ തൂർത്തൊപ്പിക്കണോ? ചക്രി, പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എവിടെയാ പോണേ? ദേവു, ദേവു, ഇവനിത് ചേരുന്നുണ്ടോന്ന് നോക്കിയേ. നല്ല ഭംഗിയില്ലേ? ദേവു, നിന്റെ മനസ്സ് ഇവിടെയെങ്ങും അല്ലേ? എന്താ നീ ആലോചിച്ചോണ്ടിരുന്നത്? ഒന്നില്ലേച്ചി. അതല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും പറയ. പറയാനുള്ളത് എന്ത് കാര്യമായാലും അത് എന്നോട് പറയാൻ എന്തിനാ മോളെ നീ ഇങ്ങനെ മടി വിചാരിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാ ചേച്ചി സത്യം പറയോ? നീ ചോദിക്ക്. എന്തിനാ ചേച്ചി ഇങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നേ?
എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിന്നെ ഞാൻ എന്റെ സ്വന്തം അനീതിയായിട്ടല്ലേ ഈ നിമിഷം വരെ കണ്ടിട്ടുള്ളൂ. അതിന്റെയൊക്കെ കാരണം ചേച്ചി എനിക്ക് അറിയേണ്ടത്. ചേച്ചി സത്യം പറ, എന്റെ അമ്മ എവിടെ ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയൂ? അതെങ്ങനെയാ മോളെ എനിക്കറിയാവുന്നത്? ചേച്ചി നിന്റെ അമ്മയെ ഒളിപ്പിച്ചു വെച്ചിട്ടല്ല നിങ്ങളെ സഹായിക്കുന്നത്. നിന്റെ ഇന്നത്തെ ഈ അവസ്ഥ മറ്റൊരു രീതിയിൽ ചേച്ചിയും ഒരിക്കൽ അനുഭവിച്ചിട്ടുള്ളതാ. അന്ന് ചേച്ചി ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. അതിനെ സഹായം എന്ന പേരിട്ട് വിളിക്കരുത്. അഴകത്തുകാർക്ക് നിന്റെ അമ്മയോട് ചെയ്യേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാ മോളെ. അല്ലാതെ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഞാൻ നിന്റെ അമ്മയെ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിന്റെ പ്രായശ്ചിത്തം ചെയ്യുകയല്ല. ഒന്ന് നിന്നേ. നല്ല തല്ല് ഒന്നോ രണ്ടോ തവണ കിട്ടിയ സാധാരണ ആൾക്കാർ നന്നാവുകയാണ് പതിവ്. ആ പതിവ് നിനക്ക് ബാധകമല്ലേ കവിതേ? എന്താടി ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? അതൊന്ന് അറിഞ്ഞാ കൊള്ളാം. അതെ, വലിയ വിരട്ടലൊന്നും വേണ്ട. നീ നിന്ന് പ്രസംഗിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കാര്യം എന്താന്ന് വെച്ചാ അതാദ്യം മര്യാദയ്ക്ക് പറ. അഴകത്തുകാരെ ഉപദ്രവിക്കാൻ നീ കച്ചകെട്ടി ഇറങ്ങിയിരിക്കല്ലേ? അലീലാം ഒരു പാവമാണ്. നീ അവരെ അവിടുന്ന് പറഞ്ഞു വിട്. എവിടെന്ന് പറഞ്ഞു വിടാൻ? ദേ, വെറുതെ അനാവശ്യം പറയരുത്. ലീലാമ്മയെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് നീയല്ലേ? എന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ നോക്കിയാലുണ്ടല്ലോ. അതെ, ലീലാമ്മയെ ഒളിപ്പിച്ചിരുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് നീ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അതെന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനാണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിലുണ്ടോ? ലീലാമ്മ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. പോലീസിനോടും അഴകത്തുകാരോടും നീ എന്റെ പേര് പറ. അവരെ അന്വേഷിക്കട്ടെ. ആ പിന്നെ അഴകത്തെ ആ പഴയ ഡ്രൈവർ വിനയനുണ്ടല്ലോ, അവനെയും ചോദ്യം ചെയ്യാൻ പറയണം. എങ്കിലല്ലേ ഈ കേസിൽ നിന്റെ ഇൻവോൾവ്മെന്റ് നല്ല വ്യക്തമാവേയുള്ളൂ. മര്യാദയ്ക്ക് നാവടക്കി നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അതിന്റെ ദോഷം നിനക്ക് തന്നെയായിരിക്കും. കേട്ടോടി? എടാ, നീ പറയുന്നത് സത്യമാണോ? ദേവും പ്രഭാകരനും അഴകത്ത് വീട്ടിലുണ്ടോ? സത്യമായിട്ടായി. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. അതുകൊണ്ടാ പോയി അന്വേഷിക്കാന്ന് വെച്ചത്. അപ്പോഴല്ലേ സംഗതി സത്യമെന്ന് ബോധ്യപ്പെട്ടത്. ദേവും പ്രഭാകരനും അഴകത്തുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ട കാര്യമാ. അപ്പ ചുമ്മാതല്ല ഈ ലോകം മുഴുവൻ നമ്മൾ അന്വേഷിച്ചിട്ടും അവള് നമ്മുടെ കൈ പെടാതിരുന്നത്. ചേട്ടായി, അഴകത്ത് പോയി നമുക്ക് രണ്ടിനെ അങ്ങ് പൊക്കിയാലോ? ഹേയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? സുരക്ഷിതമായ ഏതോ ഒരു താവളത്തിൽ ലീലാമ്മ ഒളിച്ചിരിക്കുക. ദേവ് നമ്മുടെ കയ്യിലാണെന്ന് അറിഞ്ഞാലേ അവരവിടെ നിന്ന് ഇറങ്ങും. ചേട്ടന്റെ മോളാണെന്നൊരു പരിഗണന നമ്മൾ ദേവുവിനോട് കാണിച്ചതും മണ്ടത്തരായിപ്പോയി. എടാ, എന്തിനായിരിക്കും ദേവുനെയും പ്രഭാകരനെയും അഴകത്തുകാർ ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയെങ്കിലും കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയായിരിക്കും. ദേവുവിന്റെ കൂടെയുള്ളത് ആ പ്രഭാകരനല്ലേ? അഴകത്തുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച് വാങ്ങിയിട്ട് അവനാ കേസ് നമ്മുടെ തലയിലേക്ക് വച്ചു തരും. എന്തായാലും അവസാനം പണി കിട്ടാൻ പോകുന്നത് നമുക്കാ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ലീലാമ്മയെ നമുക്ക് അവസാനിപ്പിക്കണം.
അവൾ എവിടെയാ പോയി ഒളിച്ചിരിക്കുന്നതെന്നാ ഏത് മാർഗം ഉപയോഗിച്ചായാലും നമുക്ക് കണ്ടെത്തണം. എടാ, ലീലാമ്മ സ്വയം ഒളിച്ചിരിക്കുന്നതല്ല, അവരെ ഒളിപ്പിച്ചിരിക്കുക. അഴകത്തുകാർ തന്നെ അത് ചെയ്തിരിക്കുന്നേ. ലീലാമ്മ എവിടെ ഉണ്ടെന്ന് അഴകത്തുകാർക്ക് വ്യക്തമായിട്ടറിയാം. അഴകത്തുകാരെന്ന് പറഞ്ഞ അഴകത്ത് ഒരുപാട് പേരുണ്ടല്ലോ, അതിലാരാ? ആരെയാ ചേട്ടായിക്ക് സംശയം? ബാലാമണി, അവള് തന്നെയാ ഇതിന്റെ പിന്നില്. നിന്റെ തീട്ടത്തുണി കഴുകി കഴിയാൻ മടുത്തു. ഒരാഴ്ചത്തേക്കുള്ള അപ്പി ഇപ്പൊ ഇട്ടോണം. ആ, തുടങ്ങിക്കോ, വേഗം ആവട്ടെ. എടാ തൊലവക്കാര, നീ എന്തു ഈ കാണിക്കണേ? തലേ, കൊച്ചിന്റെ കോൺസെൻട്രേഷൻ കളയാതെ പോ. എന്നാലും എന്റെ ധാരാവി, നിന്റെ ഒരു ഗതിയേ. നിങ്ങൾ എന്ന് ചെലച്ച ഈ കൊച്ചിന്റെ മൂഡ് പോകുന്നു. അവൻ സമാധാനായിട്ടൊന്ന് അപ്പിയിടട്ടെ. എടാ, ഇതിനെ കൊണ്ട് ഇവിടെ കിടന്ന് അനുഭവിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിനെ എടുത്തെടുത്ത് കൊണ്ട് കൊടുക്ക്. ആ, അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അല്ലടാ കൂട്ടാ, മോനപ്പിട്ടു, ഇട്. എടാ, ഒന്ന് ഇടടാ. ഇടൂലേ? എടാ, പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഈ കൊച്ചിന്റെ തള്ളയും ബന്ധുക്കളെയും പോലീസുകാർ കൊണ്ടുവരും. കവിതയ്ക്ക് കുഴപ്പം വരത്തില്ല, അവള് ബുദ്ധിയുള്ളവളാ. നിന്നെ പോലെ അല്ല. നിന്നെ പോലീസുകാർ കൊണ്ടുപോയിട്ടേ നല്ല ഇഞ്ച പരുവാക്കും. ഇത്രയും നാളും ഈ സോളമനെ ഒരു പോലീസും പിടിച്ചിട്ടില്ല. ഇനി ഒട്ട് പിടിക്കാനും പോകുന്നില്ല. നീ ഒരിക്കലും നന്നാവത്തില്ല. നീ നോക്കിക്കോ, ഈ കൊച്ചിന്റെ ശല്യം കാരണം നീ വല്ല കായലിലും എടുത്തിയാടും. അതാ സംഭവിക്കാൻ പോകുന്നത്. അതേതായാലും ഞാനങ്ങ് സഹിച്ചു. ഇടാ, അപ്പിടാ, ഇട്. ചുഞ്ചുരു ചുഞ്ചുരു ചുഞ്ചുരു, അപ്പിടാ. ചക്കരക്കുട്ടനല്ലേ, അപ്പിട്. ഓ, അയ്യോ, ഇവന്റെ അപ്പിടാ. ഓ, ആ, അപ്പിട്ട് 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 നല്ലപോലെ അപ്പിടാ. ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. നല്ലപോലെ അപ്പിട്ടോട്ടാ. ആ, ഇട്ടോ 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 ഇട്ടോ. പോരട്ടെ പോരട്ടെ പോരട്ടെ. അപ്പിട്ടോ അപ്പിട്ടോ. എന്തൊക്കെയുണ്ട് അമ്മ വിശേഷങ്ങള്? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല യാത്രയായിരുന്നു. ഈ സെമിനാർ ഒരാഴ്ചയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ലാസ്സുകളും ഓപ്പൺ ഫോറങ്ങളും ഒക്കെ ആയിട്ട് അവിടുത്തെ ദിവസങ്ങൾ അങ്ങനെ അങ്ങ് പോയി. ഓ, ഈ PhD ചെയ്യുന്ന എല്ലാവർക്കും അത് ബാധക. ആഹാ. അല്ല, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറ. ആ, നീ പോയ ശേഷം നല്ലതും ചീത്തയുമായ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായി. ഒക്കെ പറയാം, ബാ. ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായോ? അല്ല, ബാലാമണി ഇപ്പോഴും അമ്മയുടെ ദേഷ്യത്തിൽ തന്നെയാണോ? ദേഷ്യമല്ല, അവൾക്ക് എന്നോട് പ്രതികാര. സുമംഗല മോനെ ഒന്ന് എടുക്കാൻ പോലും ബാലാമണി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്ത ഒക്കെ കേട്ടിട്ട് നിനക്കെന്താ തോന്നുന്നത്? മറ്റുള്ളവർ പറയുന്നൊന്നും അമ്മ ശ്രദ്ധിക്കണ്ട. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പിന്നെ ഇതല്ലാതെ മറ്റെന്ത് വഴിയുണ്ടായിരുന്നേ? കവിതയുടെ കൈകൊണ്ട് ഈ കുഞ്ഞ് മരിച്ചിരുന്നെങ്കിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂടായിരുന്നോ എന്ന് ചോദിച്ചായിരിക്കും കുറ്റപ്പെടുത്തുക. നീ ഒന്ന് ബാലാമണിയോട് സംസാരിക്കുക, അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മയും മോളും തമ്മിലുള്ള പിണക്കം മാറ്റിയെടുക്കാൻ ചിലപ്പോൾ നിനക്ക് കഴിഞ്ഞാലോ? അമ്മേ, അമ്മ വിഷമിക്കണ്ട. എന്തിനാണ് അമ്മ ഇതൊക്കെ ചെയ്തതെന്ന് ബാലാമണിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് വ്യക്തമായിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഞാൻ എന്തായാലും ബാലാമണി ഒന്ന് കാണട്ടെ. ആനന്ദ് പറയുന്ന കാര്യങ്ങൾ അവളങ്ങനെ തള്ളിക്കളയാൻ വഴിയില്ല.
ഇനി ആ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. ചിലപ്പോൾ ഇന്നത്തോടെ അവളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറിയാലോ. അങ്ങനെ തന്നെ സംഭവിക്കണേ എന്ന് ഏട്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച് എങ്ങോട്ടെന്ന് പോലും അറിയാതെ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതാ ഞാൻ. അപ്പോഴാ ഒരുപാട് തവണ നീ എന്നോട് ചോദിച്ചിട്ടില്ലേ ബാലാമണി, നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ ദുരന്തങ്ങൾ മാത്രം ഉണ്ടാകുന്നതെന്ന്? അന്നൊക്കെ ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കുകൾ വെറും വാക്കുകളായി ഒരുപക്ഷെ നിനക്ക് തോന്നിയിട്ടുണ്ടാവാം. നീ അത്ര ഭാഗ്യം കിട്ടവളല്ലാന്ന് ഇപ്പൊ നിനക്ക് ബോധ്യയില്ലേ? നീ തോറ്റുപോയിട്ടില്ല, ഇവനിലൂടെ ജയിക്കുക ചെയ്തത്. അത് മനസ്സിലാക്കി വേണം ഇനിയുള്ള ജീവിതം. എനിക്കറിയാം സർ, ആശിക്കാനൊന്നുമില്ലാത്തടത്ത് നിന്ന് ഇവനിലൂടെ പുതിയ പല പ്രതീക്ഷകളിലേക്കുവാ ഞാൻ ചെന്നെത്തിയിരിക്കുന്നത്. ഇനി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ മോന്. ഇവന് വേണ്ടിയാണ് നിന്റെ അങ്ങോട്ടുള്ള ജീവിതമെന്ന് നീ തീരുമാനിക്കുമ്പോൾ ആ ജീവിതം നിനക്ക് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട 2 പേരുണ്ട്, അഭിരാമിയും എൻ്റെ അമ്മയും. അവരെ നീ മറന്നു പോകരുത്. വേണ്ട സർ, നമുക്ക് മറ്റെന്തെങ്കിലും വിഷയം സംസാരിക്കാം. ബാലമണി, ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല. അമ്മയും അഭിരാമിയും നിന്നെ ചതിച്ചു എന്നുള്ളത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. സാർ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ. അവരിരുവരും എന്നെ സ്നേഹിക്കുകയായിരുന്നു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. ശരിക്കും അവർ നിന്നോട് ചെയ്ത തെറ്റെന്താ? ഈ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് നിന്നോട് അവർ പറയാതെ മറച്ചു വെച്ചതിന്റെ കാരണം എന്താ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ കുഞ്ഞിന്റെ മരണവാർത്ത ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കവിതയാ. ഇവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംശയമെങ്കിലും കവിതയ്ക്ക് തോന്നിയിരുന്നെങ്കിൽ, തെരഞ്ഞുപിടിച്ച് അവൾ ഈ കുഞ്ഞിനെ കൊന്നേനെ. അതിന് ഞാൻ കൂടി സമ്മതിക്കണ്ടേ സർ? എന്റെ കുഞ്ഞിനെ തൊടില്ല അവള്. എന്ന് മുതലാ ബാലാമണിക്ക് പ്രതികരണ ശേഷിയൊക്കെ കിട്ടിയത്? എന്നും കവിതയുടെ പീഡനങ്ങളേറ്റ് കരഞ്ഞതല്ലാതെ തിരിച്ച് ബാലാമണി പ്രതികരിച്ചിട്ടുണ്ടോ? അനന്തുവിനെ നഷ്ടപ്പെട്ടപ്പോ, ഇവനെയും വയറ്റി ചുമന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോ, അപ്പോഴൊക്കെയും ബാലാമണിയുടെ കണ്ണീര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്നിനും കഴിവില്ലാത്ത സാധുവായ ബാലാമണിയിൽ നിന്ന് ദാ ഇന്നത്തെ ഈ ബാലാമണിയിലേക്ക് നിനക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഴകത്തമ്മ എന്ന സ്ത്രീയുടെ ബുദ്ധിയാണ്. ഞാനീ പറയുന്നൊന്നും പെട്ടെന്ന് കേൾക്കുമ്പോൾ നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോ നീ എന്നോട് മുറിയിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല. ചെയ്യുന്നൊക്കെ ശരിയാണോ എന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സോളമ, കുഞ്ഞിന് കൊടുക്ക്. ഇത് ആഹാരമൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിക്കുന്നുണ്ടോന്നോ? ഇപ്പൊ തന്നെ 2 കുപ്പി വലിയ സിർലാക്ക ഇവൻ തീർത്തത്. എന്നെ ഉറക്കില്ല, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അല്ല, അഴകത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? ബാലാമണിക്ക് അവളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടെ ഞാൻ വീണ്ടും അവളുടെ മുമ്പിൽ തോറ്റുപോയി. അനന്തു ഞാൻ അറിയാതെ ആ കുഞ്ഞിനെ കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ലീലാമ്മയുടെ കാര്യത്തിൽ നമ്മൾ എന്താ തീരുമാനിക്കാൻ പോകുന്നത്? അവരെ എന്നിവിടെ ഇങ്ങനെ നിർത്താനാണോ ഉദ്ദേശം? കുറച്ച് നാളുകൂടി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. കവിതയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇതിനെ 2നെ സഹിക്കുന്നത് ഞാനാ. സോളമ, നമ്മളിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം കുറച്ച് നാളത്തേക്ക് കൂടി
എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ദേ എന്നെ കൊണ്ട് ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാവും നല്ലത്. കവിതയ്ക്ക് ഇത്തിരി സിർലാക്ക് എടുക്കട്ടെ? ദേ സോളമ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഇതൊന്നും നടക്കാനുള്ള കാര്യങ്ങളല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കുന്നില്ല. ആ കവിതയ്ക്കൊരു പ്രശ്നമില്ലല്ലോ. ഈ കൊച്ചിനെ കൊണ്ട് അനുഭവിക്കുന്ന മുഴുവൻ ഞാനല്ലേ. സീരിയസ് ആയിട്ടൊരു സൊല്യൂഷൻ എന്റെ മനസ്സിലുണ്ട്. നമുക്ക് രണ്ടിനെ അങ്ങ് തട്ടിക്കളയാം.